മാളവികയുടെ ചുണ്ടുകൾ അമർന്നു ചേർന്നു. പക്ഷേ അതൊരു ചിരിയായിരുന്നു, കടുത്ത പരിഹാസത്തിൻ്റെ ചിരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചന്ദ്രശേഖർ ചോദിച്ചു. അപ്പോഴും പിസ്റ്റളിൻ്റെ ഉന്നം മാളവികയുടെ നെഞ്ചിന് നേർക്കു തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മാളവികയുടെ ശരീരം മെല്ലെ ഒന്നിളകി. എൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾ അല്പം വൈകിയിരിക്കുന്നു. ഓഹോ, ഞാൻ മനസ്സിൽ കാണും മുൻപേ നീ കണക്കിൽപ്പെടുത്തി കളയും ഇല്ലേ? എന്താ സംശയം? മാളവികയുടെ കണ്ണുകളിൽ ജ്വാലകൾ പ്രകടമായി. അതാണല്ലോ മാളവികയും ചന്ദ്രശേഖറും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ആ വ്യത്യാസം അവസാനിക്കാൻ പോവുകയാണ്. അയ്യോ, അതെങ്ങനെ? മാളവിക ചിരിച്ചുപോയി. ഈ പിസ്റ്റളിൻ്റെ പ്രത്യേകത നിനക്കറിയില്ലായിരിക്കും. അറിയാതെ തരമില്ലല്ലോ. ഇത്തരം ഒരെണ്ണം എൻ്റെ കൈവശവും ഉണ്ടായിപ്പോയില്ലേ? നിൻ്റെ കൈവശം ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിൻ്റെ കയ്യിലില്ലല്ലോ. അത് മാളവിക വീണ്ടും ചിരിച്ചു. ഞാൻ വിചാരിച്ചാൽ മതി, എൻ്റെ കൈപ്പിടിയിലേക്ക് പറന്നു വരും. ഹൂ! ചന്ദ്രശേഖർ താഴെ കാർപ്പറ്റിലേക്ക് കാർക്കിച്ചു തുപ്പി. മിസ്റ്റർ ചന്ദ്രശേഖർ, മാളവികയുടെ ശബ്ദമുയർന്നു, എൻ്റെ കിടക്കറ വൃത്തിക്കേടാക്കരുത്. നിങ്ങൾക്ക് കഫത്തിൻ്റെ അസുഖമുണ്ടെങ്കിൽ പരിചാരകനെ വിളിച്ച് ഞാനൊരു കോളാമ്പി കൊണ്ടുവരിക്കാം. എന്തൊരു മിടുക്കിയാണ് നീ, എന്തൊരു മിടുക്കി! ഈ 40ൻ്റെ തുടക്കത്തിലും. ചന്ദ്രശേഖർ തലക്കുലുക്കി. നിന്നെപ്പോലൊരു മിടുക്കി എൻ്റെ ഒപ്പം നിന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഇന്ത്യ സാമ്രാജ്യം എൻ്റെ സ്വകാര്യ സ്വത്ത് ആക്കിയാനെ. അത്രയല്ലേ ഉള്ളൂ. മാളവിക ചിരികൂട്ടി. നിങ്ങളെപ്പോലെ ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ബംഗ്ലാവിൻ്റെ പൂമുഖത്ത് ചങ്ങലയിൽ കെട്ടിയിട്ടേനെ. ആളുകളെ ഭയപ്പെടുത്തും വിധം വെറുതെ കുരച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഏത് തരം നായിയേക്കാൾ ശരീരപുഷ്ടിയും തലയെടുപ്പുമുണ്ടല്ലോ, നന്ദിയില്ലെങ്കിലും. എടി, ചന്ദ്രശേഖരൻ പല്ലു ഞെരിച്ചു. നന്നായിരിക്കുന്നു, മാളവിക പ്രശംസിച്ചു. നല്ല പ്രകടനം. ഹിന്ദി സിനിമയിൽ ഇതേ ടൈപ്പിൽ ഒരു വില്ലൻ നടന്നുണ്ട്. നീ എൻ്റെ സമയം പാഴാക്കുകയാണ്. ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുമോ? ഞാൻ മനസ്സിൽ കാണും മുമ്പേ സ്വന്തം കണക്കിൽപ്പെടുത്തുന്നവളല്ലേ? നെഞ്ചിൽ വലുത് കൈത്തലം ചേർത്ത് പിടിച്ചുകൊണ്ട് വിനയപൂർവ്വം മാളവിക ചോദിച്ചു. എന്നെ കൊല്ലാനായിരിക്കുമോ സാർ? കൊല്ലും മുൻപ് എനിക്കൊരു ജോലിയുണ്ട്. 40ൻ്റെ തുടക്കത്തിലെത്തിയ ഈ കിഴവിയെ കൊണ്ടോ? കിഴവിയെന്ന് സ്വയം താഴ്ത്തണ്ട, നീ എന്തിനും പോന്നവളാണ്. ചന്ദ്രശേഖർ അർത്ഥഗർഭമായി ചിരിച്ചു. ഹൂ! മാളവികയുടെ തുപ്പൽ അല്പം പോലും കാർപ്പറ്റിൽ തൂവിയില്ല. അത് കൃത്യമായി ചന്ദ്രശേഖരുടെ വലത് കവിളിൽ പറ്റിയിരുന്നു. ചന്ദ്രശേഖർ പിസ്റ്റളിൻ്റെ ബട്ടണിൽ വിരലമർത്തി. കിടക്കറയുടെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന കോട്ടണിൽ തീർത്ത വെള്ളരിപ്രാവ് അടർന്ന് താഴെ വീണു. ചുവരിൽ ഒരു സുഷിരവും വീണിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം പ്രവർത്തനക്ഷമമാണെന്ന് കാണിക്കാൻ ചെയ്തതാണ്, ചന്ദ്രശേഖർ പറഞ്ഞു. പിന്നെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് തൂവാലെടുത്ത് മുഖം തുടച്ചു. ഉന്നം തെറ്റിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, മാളവിക പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായി. നിർജ്ജീവ വസ്തുക്കളോട് പൊരുതാനുള്ള ശേഷിയെ നിങ്ങൾക്കുള്ളൂ എന്ന്. ചന്ദ്രശേഖരുടെ ഉന്നം തെറ്റുകയില്ലെന്നും നിർജ്ജീവ വസ്തുക്കളോട് മാത്രമല്ല അവൻ പൊരുതുന്നതെന്നും നിന്നെ പഠിപ്പിച്ച് തന്നിട്ടേ ഞാൻ ഈ മുറി വിട്ടു പോകൂ. നന്ദി. എങ്കിൽ അതല്പം നേരത്തെയായാൽ വേണ്ടില്ല, എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. നിന്നെ ഞാൻ ഉറക്കാം, അതിനാണ് ഞാൻ വന്നതും. എന്നാൽ അതിനു മുൻപ്. ചന്ദ്രശേഖർ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നീണ്ട കവർ എടുത്തു. നിന്റെ അഡ്വക്കേറ്റില്ലേ, ബാലഗോപാലമേനോൻ, അയാൾ നിനക്ക് വേണ്ടി എഴുതിയ പുതിയ വിൽപത്രമാണിത്. മാളവികയിൽ നേരിയ അത്ഭുതമുണ്ടായി. ചന്ദ്രശേഖർ കവർ തുറന്ന് അതിനുള്ളിലെ കടലാസുകൾ മാളവികയ്ക്ക് നൽകി. വായിച്ചു നോക്ക്. ആദ്യത്തെ നിന്റെ വിൽപത്രമുണ്ടല്ലോ, നീ നിന്റെ മകന് കൊടുത്തതും അഡ്വക്കേറ്റിൻ്റെ കൈവശം സൂക്ഷിക്കാൻ വെച്ചതും, അത് രണ്ടും കത്തിച്ചു കളഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. നിന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുതിയ വിൽപത്രവും ടൈപ്പ് ചെയ്യിച്ചത്. അയാൾ എൻ്റെ തടവിലാണ്. വായിച്ചുകൊണ്ടിരുന്ന കടലാസിൽ നിന്നും മാളവിക മുഖമുയർത്തി ചന്ദ്രശേഖരൻ നോക്കി. എൻ്റെ വിൽപത്രത്തിന് 2 കോപ്പികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? നിന്റെ വിൽപത്രത്തിന് 1001 കോപ്പികൾ ഉണ്ടായിക്കൊള്ളട്ടെ. നീ അവ അത്രയും ഇടങ്ങളിലായി സൂക്ഷിച്ചു വെച്ചോളൂ. എന്നാൽ എനിക്ക് ഈ പുതിയ വിൽപത്രത്തിൻ്റെ ഒരേ ഒരു കോപ്പി മതി. ആദ്യ വിൽപത്രം റദ്ദാക്കിയതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നിന്റെ ഒരൊപ്പ് മാത്രം മതി. എൻ്റെ സ്വത്തുക്കൾ ഞാൻ എൻ്റെ മകന് തന്നെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് അല്ലേ? അതെ, അവനാണല്ലോ അതിൻ്റെ ന്യായമായ അവകാശി. എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ മകളുടെ പേരിലോ എഴുതി വെച്ചാലും പോരെ? അതല്ലേ കൂടുതൽ എളുപ്പം. മാളവിക, നീ എന്നെ വീണ്ടും കളിയാക്കുകയാണല്ലേ? അപ്പോൾ കളിയാക്കിയാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. കൂടുതൽ പറയണ്ട, ഒരൊപ്പ്, ബാക്കിയെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. ചന്ദ്രശേഖർ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേന എടുത്ത് നീട്ടി. പേന എൻ്റെ കൈവശമുണ്ട്. മാളവിക പുഞ്ചിരിച്ചു. വേണ്ട, പേന എടുക്കാനെന്ന വ്യാജേന നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ചന്ദ്രശേഖര, ഇയാൾ വല്ലാതെ ചീപ്പാവുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെപ്പടി വിദ്യകൾ ഉപയോഗിക്കുന്നവളല്ല മാളവിക. അവൾക്ക് അതിനായി അവളുടെ അന്തസ്സിന് ചേർന്ന മാർഗങ്ങളുണ്ട്. പിന്നെ ഒരു ചോദ്യം, ഞാൻ ഒപ്പിടണമെന്ന് നിർബന്ധമാണോ? ഒപ്പിട്ടില്ലെങ്കിൽ നിന്റെ ശവം പോലും ലോകം കാണില്ല. എങ്കിൽ അതല്ലേ നല്ല മാർഗം. വിൽപത്രമില്ലാതെ ഞാൻ മരിച്ചാൽ എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ സോനുവിനാണല്ലോ ലഭിക്കുക. പക്ഷേ നിന്റെ വിൽപത്രത്തിൻ്റെ 2 കോപ്പികളെ എനിക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന് എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടെങ്കിലോ? ഓ എന്ന് മാളവിക ഊറിച്ചിരിച്ചു. ചന്ദ്ര ബുദ്ധിമാൻ തന്നെ. എൻ്റെ ചാരുവേട്ടനെ അരുംകൊല ചെയ്തിട്ട് മാനമായി രക്ഷപ്പെട്ടവനല്ലേ? നിങ്ങളുടെ ആ ബുദ്ധി സാമർഥ്യമാണ് ഞാൻ കോപ്പി ചെയ്തത്. ജീവിതത്തിൽ എനിക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, കുബുദ്ധിയിൽ നിങ്ങളെ കവച്ചു വയ്ക്കണം.
ഞാൻ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ എത്തുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതേ ആവശ്യവുമായി. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വിൽപത്രത്തിൽ ഒപ്പിടാനായി പേന പോലും ഞാൻ കരുതിയിരുന്നു. പറഞ്ഞതും കഴുത്തിറുകിയ ജാക്കറ്റിൻ്റെ ഒരു കുടുക്കഴിച്ചിട്ട് മാളവിക പുറത്തെടുത്തത് മറ്റൊരു പിസ്റ്റളാണ്. കുറച്ചുകൂടി ആധുനികം. ഇതും വിദേശിയാണ്. മാളവിക മെല്ലെ ചിരിച്ചു. ഒച്ച കേൾക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ആദ്യം കാഴ്ചയിലൊന്നും പിടികിട്ടുകയേയില്ല. ചോരയോ മുറിപ്പാടോ ഒന്നും കാണില്ല. ഒരു നിസാര ഇഞ്ചക്ഷൻ്റെ സ്റ്റൈൽ. നല്ല കുട്ടപ്പനായി തന്നെ പോകാം. ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ നിശബ്ദിക്കുകയേ ഇല്ലെന്നതാണ്. ഇതിൽ നിന്ന് പുറപ്പെടുന്ന സൂചി ആദ്യം ബാധിക്കുക നിങ്ങളുടെ ശബ്ദിക്കാനുള്ള കഴിവിനെയാണ്. മാളവിക താളത്തിൽ ഒന്നിളകി. എന്ത് പറയുന്നു ചന്ദ്രു? ആദ്യം നമ്മിൽ ആരാണ് പ്രവർത്തിക്കേണ്ടത്? ചന്ദ്രശേഖർ സ്തബ്ധനായി നിൽക്കുകയാണ്. ഹാൻഡ്സ് അപ്പ്! പെട്ടെന്നാണ് മാളവിക അലറിയത്. അവളുടെ പിസ്റ്റൾ ചന്ദ്രശേഖരുടെ കഴുത്തിലേക്കാണ് ചൂണ്ടിയിരുന്നത്. പിസ്റ്റളിൻ്റെ ഉന്ന ഇളകാതെ തന്നെ മാളവിക ചന്ദ്രശേഖരുടെ അരികിലേക്ക് ചൂടുവച്ചു. ചന്ദ്രശേഖർ ചലനമറ്റ് നിൽക്കുകയാണ്. ചന്ദ്രു! മാളവിക വിളിച്ചു. എന്നെ കൊന്നാലും എൻ്റെ ചാരുവേട്ടനെ കൊന്നിട്ട് രക്ഷപ്പെട്ടതുപോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഈ വാതിലിന് പുറത്ത് എൻ്റെ പരിചാരകർ നിങ്ങൾ പുറത്ത് ചെല്ലുന്നത് നോക്കി കാവൽ നിൽക്കുന്നുണ്ട്. ആരുടെയും കണ്ണിൽപ്പെടാതെ നിങ്ങൾക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ സൗകര്യം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. നിങ്ങൾ കടന്നു വന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അറിയാത്ത മട്ടിൽ എൻ്റെ ജോലിക്കാർ നിന്നത്. ചന്ദ്രശേഖർ, ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കുഞ്ഞും അറിയാതെ നിങ്ങളെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. കോടതിയിൽ കള്ളം പറയേണ്ട ആവശ്യം മാളവികയ്ക്കില്ല. കോടതി വരെ കേസ് എത്തില്ല. പോലീസിൽ പോലും എത്തില്ല. ഫ്രീസ് ചെയ്ത നിങ്ങളുടെ ശരീരം ഒരു കേടും കൂടാതെ എൻ്റെ ജീവിത അവസാനം വരെയെങ്കിലും ഈ ബംഗ്ലാവിൻ്റെ നിലവറയിൽ സൂക്ഷിച്ചു വയ്ക്കാനാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശരീരം യന്ത്രം ഉപയോഗിച്ച് ഉണക്കിപ്പൊടിച്ച് ഒന്നാന്തരം പൗഡറാക്കി കടലിൽ കലക്കും. പക്ഷേ മാളവിക അത് ചെയ്യില്ല. ചന്ദ്രശേഖർ ചോദ്യഭാവത്തിൽ മാളവികയെ നോക്കി. പെട്ടെന്നാണ് മാളവികയുടെ ഇടം കൈ ഒരു കമ്പ്യൂട്ടറിൻ്റെ വേഗത്തിൽ പ്രവർത്തിച്ചത്. ചന്ദ്രശേഖരുടെ കയ്യിലിരുന്ന പിസ്റ്റൾ തെറിച്ച് മുറിയുടെ ഒരു കോണിൽ ചെന്ന് വീണു. മാളവിക പൊട്ടിച്ചിരിച്ചു. ഹൗ ഈസ് മൈ പെർഫോമൻസ് മിസ്റ്റർ ചന്ദ്രശേഖർ? അമേരിക്കയിൽ ഇത്തരം പെണ്ണുങ്ങളെ കിട്ടുമോ? അതും 40 കടന്ന കിഴവികളിൽ. ചന്ദ്രശേഖരുടെ ചുണ്ടുകൾ വിറച്ചു. പക്ഷേ അയാൾ ശബ്ദിച്ചില്ല. നോക്കൂ ചന്ദ്രശേഖർ, നിങ്ങൾക്ക് പുറത്തു പോകാം. ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. പോയി ശാന്തമായി ഉറങ്ങും. ബുദ്ധിക്ക് കടുത്ത വ്യായാമമൊന്നും കൊടുക്കാതെ. വേണമെങ്കിൽ നാളെ പകൽ കൂടി ഉറങ്ങിക്കോളൂ. ആ പിസ്റ്റൾ കൂടി എടുക്കാൻ മറക്കണ്ട. മനക്കട്ടിയില്ലാത്തവരെ പേടിപ്പിക്കാം, മാളവിക പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിലുള്ള കണക്കുകൾ ഞാൻ വെട്ടിക്കളഞ്ഞു എന്ന് കരുതണ്ട. 2 ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. കൃത്യം 48 മണിക്കൂർ. അതിനുള്ളിൽ നിങ്ങളെ ഞാൻ വധിച്ചിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ. രഹസ്യമായല്ല, പരസ്യമായി. നിങ്ങൾ ചെയ്തതുപോലെ കൊല ചെയ്തിട്ട് നാടുവിടുകയോ കുറ്റം മറ്റാരുടെയെങ്കിലും ചുമലിൽ കെട്ടിവയ്ക്കുകയോ ചെയ്യില്ല. കൊലക്കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ഞാൻ ഏൽക്കും. ചന്ദ്രശേഖർ, നീ ചെയ്തതുപോലെ ചതിച്ചല്ല നിന്നെ ഞാൻ കൊല്ലുക. നിന്നെ ഞാൻ കൊല്ലുകയാണതാ നായേ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലും. 48 മണിക്കൂർ നിന്റെ മുന്നിലുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് കൂടി നിനക്ക് കിട്ടില്ല. ഉള്ള സമയം കൊണ്ട് രക്ഷപ്പെടാനാവുമോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ 2 ദിവസത്തിനകം ഇന്ത്യ വിടാൻ നിനക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ലഭിക്കില്ല. ഈ 48 മണിക്കൂർ കൊണ്ട് മാളവിക വിരിച്ച വല എത്ര ശക്തമാണെന്ന് നിനക്ക് ബോധ്യമാവണം. നിന്റെ അനുഭവം ചതിയന്മാർക്കെല്ലാം ഒരു പാഠമാവണം. മാളവിക നിർത്തി വാതിലിലേക്ക് നോക്കി. രവി, അവൾ വിളിച്ചു. അതോടെ മുറിയുടെ വാതിൽ പുറത്തു നിന്നും തുറക്കപ്പെട്ടു. കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ വാതിൽക്കൽ പ്രത്യക്ഷനായി. ഇതുവരെയുള്ള രംഗം മുഴുവൻ സർവ്വസംഭാഷണങ്ങളും സഹിതം നമ്മുടെ ക്യാമറ പകർത്തിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? മാളവിക ചെറുപ്പക്കാരനോട് ചോദിച്ചു. യെസ് മാഡം, അവൻ പുഞ്ചിരിച്ചു. മാളവിക ചന്ദ്രശേഖരുടെ നേർക്കു തിരിഞ്ഞു. ആരുടെയും കിടക്കറ രംഗം പകർത്താനല്ല, കിടക്കറ ചുവരിൽ ക്യാമറ ഒളിപ്പിച്ചു വയ്ക്കാൻ ഏർപ്പാടാക്കിയത് നിങ്ങൾ വരുന്ന രാത്രിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ കൊല ചെയ്യാം. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാതെ തന്നെ ഞാനും നിങ്ങളുമായുള്ള ബന്ധം എൻ്റെ മകൻ അറിയണം. അതിനാണ് ഞാൻ ഇങ്ങനെയൊരു സൂത്രം പ്രയോഗിച്ചത്. നിങ്ങളെ കൊന്നിട്ട് കൊലമരത്തിലെ ഏറിയ ശേഷമെങ്കിലും എൻ്റെ മകൻ അവൻ്റെ അമ്മയെ മനസ്സിലാക്കുമല്ലോ. ഐ ആം ഹാപ്പി. മാളവിക വീണ്ടും ചെറുപ്പക്കാരൻ്റെ നേർക്കു തിരിഞ്ഞു. നോക്കൂ രവി, ഇദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ ആത്മസ്നേഹിതനായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ്റെ ശിശുരനും. ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കൂ. പിന്നെ ചന്ദ്രശേഖരുടെ നേർക്ക് കൈവീശി. ഗുഡ് നൈറ്റ്. രാത്രി 12:50. സോനുവിൻ്റെയും നിമിഷയുടെയും ആദ്യ രാത്രിയായിരുന്നു അത്. കിടക്കയിൽ കമിഴ്ന്നു കിടന്ന നിമിഷ ഉറക്കമാണ്. ഒരു ചെറിയ കുട്ടിയുടെ മട്ട്. നീളം കുറഞ്ഞ മുടി ചുറ്റും പരന്നു കിടക്കുന്നു. മുടി കൊണ്ട് ആ മുഖം മൂടിയിരിക്കുകയാണ്. സോനു പുറത്തേക്ക് തുറക്കുന്ന ജനലിനരികിലായിരുന്നു. കടൽക്കരയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലെ AC സൂട്ടായിരുന്നു അത്. മകൾക്കും മരുമകനും വേണ്ടി ചന്ദ്രശേഖർ എടുത്തു കൊടുത്തതാണ്. സോനു, നീ ചാരുദത്തിൻ്റെ മകനാണ്. മാളവിക നിന്നെ കൈവിടിഞ്ഞാലും നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും ജീവിതം ചാരുദത്തിൻ്റെ മകനും മരുമകൾക്കും ചേരുവിധമായിരിക്കണം. മാളവിക ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവളാണ്. ചാരുദത്തൻ സമ്പത്തിൻ്റെ നിറവിൽ പിറന്നവനും. നിന്റെ ഈ അവസ്ഥ ചാരുദത്തിൻ്റെ ആത്മാവിനെ നോവിക്കും.
ജീവിച്ചിരിക്കുന്ന മാളവികയ്ക്ക് നൊന്തില്ലെങ്കിലും. അതുകൊണ്ട് നിനക്കും നിമിഷയ്ക്കും ഒരു കുറവും വരാൻ ഞാൻ സമ്മതിക്കില്ല. മധുവിധ ടൂറിനായി ഈ ആഴ്ചയിൽ തന്നെ നിങ്ങളെ സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കാൻ ഞാൻ ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. ചന്ദ്രശേഖർ എന്ന ശ്വശുരൻ്റെ സ്നേഹം. ആർ.സി. മേനോൻ അങ്കിൾ സോനുവിൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒരു കൊടുമുടിയായി ഉയർന്നു നിൽക്കുന്നു. ആ സ്നേഹം ശുദ്ധമാണോ? സോനുവിന് ഇടയ്ക്കിടെ സംശയം തോന്നാറുണ്ട്. തരം കിട്ടുമ്പോഴൊക്കെ അമ്മയെ ചവിട്ടിത്താഴ്ത്തുക നിമിഷയുടെ ഡാഡിയുടെ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ അതിനു മാത്രം മോശക്കാരിയാണോ തൻ്റെ അമ്മ? തന്നെ ദത്തായിൽ നിന്നും പിരിച്ചയച്ചപ്പോഴും സ്വത്തുക്കൾ സർക്കാരിന് എഴുതി വച്ചപ്പോഴും അമ്മ സ്നേഹശൂന്യാണെന്ന് തോന്നിയിരുന്നു. എന്ത് ചെയ്യാൻ മടിയില്ലാത്തവളാണെന്നു. എന്നാൽ പുറമേയുള്ള ഈ പെരുമാറ്റത്തിനപ്പുറം അമ്മയിൽ നന്മയുടെ വിത്തുകൾ ഒളിച്ചിരിപ്പുണ്ടാവില്ലേ? അമ്മയുടെ ചിറ്റമ്മ പറഞ്ഞതും അമ്മയാണ് അച്ഛനെ കൊന്നതെന്നാണ്. എന്നാൽ ആ സ്ത്രീ എത്രമാത്രം ശരിയാണെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഏറ്റവും അധികം സംശയം തോന്നിയത് അവർ തങ്ങളുടെ കല്യാണത്തിന് എത്തിയപ്പോഴാണ്. അമ്മയെ ക്ഷണിക്കാത്ത കല്യാണത്തിന് അമ്മയുടെ ചിറ്റമ്മ എത്തിയതെങ്ങനെ? താൻ അവരെ ക്ഷണിച്ചിരുന്നില്ല. എങ്കിൽ പിന്നെ ആരാണ് അവരെ ക്ഷണിച്ചത്? അതോ അമ്മയെപ്പോലെ തന്നെ അവരും ക്ഷണം ലഭിക്കാതെ എത്തിയതാണെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ കല്യാണത്തിന് എത്താൻ അമ്മയ്ക്ക് ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, അമ്മ വന്നത് തനിക്ക് ആ വിൽപത്രം സമ്മാനിക്കുന്നതിനായിരുന്നു. അമ്മയുടെ ചിറ്റമ്മയ്ക്ക് പക്ഷേ അത്തരം ആവശ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഏറെ അത്ഭുതം തോന്നിയ നിമിഷം അവരെ നിമിഷയുടെ അച്ഛൻ ഹാർദമായി സ്വീകരിച്ച് ഇരുത്തുന്നത് കണ്ടപ്പോഴാണ്. തനിക്കായി അവർ വിവാഹ സമ്മാനങ്ങളൊന്നും കൊണ്ടുവന്നിരുന്നില്ല. എന്നാൽ നിമിഷയുടെ അച്ഛൻ ആ സ്ത്രീക്ക് എന്തോ പാരിതോഷികം നൽകുന്നതായി കാണുകയും ചെയ്തു. റിസപ്ഷൻ്റെ തിരക്കിൽ മറ്റാരും കാണുന്നില്ലെന്ന കരുതലോടെയാവാം ആർ.സി. മേനോൻ അങ്കിൾ അത് ചെയ്തത്. എന്നാൽ ഓർക്കാപ്പുറത്ത് തൻ്റെ കണ്ണുകൾ അവിടെ എത്തി. ഏതായാലും അമ്മയുടെ ചിറ്റമ്മയും നിമിഷയുടെ അച്ഛനുമായി എന്തോ മുൻപരിചയമുണ്ടെന്നും അത് കടപ്പാടിനൊപ്പം പോന്ന ഒരു ബന്ധമാണെന്നും വ്യക്തമായി. ആ സ്ഥിതിക്ക് നിമിഷയുടെ അച്ഛൻ്റെയും അമ്മയുടെ ചിറ്റമ്മയുടെയും അഭിപ്രായം ഒന്നായതിൽ അത്ഭുതത്തിന് അവകാശമില്ല. എല്ലാറ്റിനുമുപരി അമ്മയുടെ ചിറ്റമ്മ അമ്മയോടൊപ്പമല്ല കല്യാണത്തിനെത്തിയത്. മടങ്ങിപ്പോയതും അവർ തനിച്ചാണ്. ഇനിയാണ് ചിന്ത അമ്മയിലേക്ക് മടങ്ങുന്നത്. അമ്മ തന്നെയാണോ അത് ചെയ്തത്? അച്ഛനെ കൊന്നത്? അച്ഛൻ്റെ ഓർമ്മയുമായി ഒരു തപസ്വിനിയായി ജീവിക്കുന്ന അമ്മ, ആ വ്യക്തിത്വം ഒരു പൊയ്മുഖമാണെന്നോ? നിമിഷയും അവളുടെ അച്ഛനും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും വരെ അങ്ങനെയൊരു സംശയമേ തോന്നിയിട്ടില്ല. ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരിയാണ് അമ്മ. അനീതി എവിടെ കണ്ടാലും അമ്മ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. പലരോടും അമ്മ ഗെറ്റ് ഔട്ട് പറയുന്നത് താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിമിഷയുടെ ഡാഡിയോട് ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോഴാണല്ലോ തനിക്ക് സംശയമുണ്ടായത്. അമ്മയ്ക്ക് അഹിതമായ എന്തെങ്കിലും അയാളിൽ നിന്ന് ഉണ്ടെന്ന് കരുതിയാൽ പോരെ? ചിറ്റമ്മയോടും അമ്മയ്ക്ക് വെറുപ്പായിരുന്നു. എങ്കിലും അവരെ അമ്മ തങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചിരുന്നു. അവരുടെ മകൾക്ക് ദത്തായിൽ നല്ല തസ്തികകളിൽ ജോലിയും കൊടുത്തിരുന്നു. അവർ ഇരുവരും താമസിക്കുന്നത് അമ്മ പണിയിച്ചു കൊടുത്ത വീടുകളിലാണ്. എന്നിട്ടും ചിറ്റമ്മ അമ്മയ്ക്കെതിരെ ശബ്ദിച്ചു. അവരുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം പകരുന്ന സംഗതിയാണത്. സ്വന്തം ഭർത്താവിനെ കൊന്ന ദുഷ്ടയുടെ സഹായം വേണ്ട എന്ന് ചിറ്റമ്മ കരുതിയില്ലല്ലോ. ഇങ്ങനെയൊരു ചോദ്യം വീട് വിട്ട് പോരും മുമ്പ് തൻ്റെ മനസ്സിൽ തോന്നാത്തതെന്തേ? സോനു അസ്വസ്ഥനായി. അവൻ തിരിഞ്ഞ് നിമിഷയെ നോക്കി. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ മെല്ലെ കുറുങ്ങിക്കൊണ്ട് അവൾ മയങ്ങുകയാണ്. അവളുടെ മനസ്സ് ശാന്തമാണ്. അവളുടെ സ്വപ്നങ്ങൾ സുഖപ്രദമാണ്. തന്നെപ്പോലെ പേക്കിനാവുകൾ അവളെ അലട്ടുന്നില്ല. അവൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം അവളോടൊപ്പം തന്നെയുണ്ട്. അവളുടെ ഡാഡിയും ഗ്രാനിയുമെല്ലാം. താനാണ് ഒറ്റപ്പെട്ടു പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടെ താൻ തനിച്ചായി. ഈ ഭൂമിയിൽ തനിക്ക് ആകെയുണ്ടായിരുന്ന ബന്ധു അമ്മയായിരുന്നു. അമ്മ തന്നെ പുറന്തള്ളി. അതോ താൻ അമ്മയെ പുറന്തള്ളിയോ? യഥാർത്ഥത്തിൽ താൻ അമ്മയെയല്ലേ ഉപേക്ഷിച്ചത്? ആരുടെയോ വാക്കുകൾ കേട്ട് താൻ അമ്മയെ തെറ്റിദ്ധരിച്ചു. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. അമ്മയുടെ സ്വഭാവം തനിക്ക് അറിയാത്തതല്ല. വേലക്കാരെ ആരെയെങ്കിലും ഒന്ന് ശകാരിച്ചാൽ വൈകുന്നേരം അവർക്ക് അമ്മയിൽ നിന്നും ബോണസ് കിട്ടും. ഇല്ല എന്ന് പറഞ്ഞിട്ടാവും അമ്മ പലപ്പോഴും പലതും കൊടുക്കുന്നത്. പരുഷ വാക്കുകളും അലിയുന്ന ഹൃദയവുമാണ് അമ്മയുടേത്. ചന്ദ്രശേഖരുടെ വാക്കുകളിൽ താൻ വീണു. ആർ.സി. മേനോൻ എന്ന ഈ ചന്ദ്രശേഖർ ആരാണ്? അയാൾക്ക് തൻ്റെ കുടുംബവുമായുള്ള ബന്ധമെന്ത്? അച്ഛൻ്റെ ആത്മസ്നേഹിതനായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ശരി തന്നെയോ? ആരോടാണ് ചോദിക്കുക? അമ്മയാണ് അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞു തന്ന ആർ.സി. മേനോൻ തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു. അച്ഛനെ കൊന്ന ശേഷം അമ്മ ആ കൊലക്കുറ്റം ആർ.സി. മേനോൻ്റെ ശിരസിൽ ചുമത്താൻ ശ്രമിച്ചു അത്രേ. തെളിവില്ലാതായിരുന്നുകൊണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടുപോലും. 23 or 24 വർഷം മുമ്പുള്ള കഥയാണ്. ആ പഴയ ഫയലുകൾ എവിടെയുണ്ടെന്ന് താൻ തേടിയതില്ല. ഒന്ന് തേടി നോക്കേണ്ടതായിരുന്നില്ലേ? അച്ഛൻ്റെ കൊലപാതകയെക്കുറിച്ച് കുട്ടിയായിരിക്കെ തന്നെ അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് പറഞ്ഞു തന്നിട്ടില്ല. അയാളെ ഒരു നാൾ കാട്ടിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അയാളുടെ മൃതദേഹം ജീവനോടെ ആ പിശാചിനെ തനിക്ക് കാണാൻ തരില്ലത്രേ. അച്ഛൻ്റെ ഘാതകനോട് കണക്ക് തീർക്കാനുള്ള അവസരം അമ്മ സ്വയം ഏറ്റെടുത്തിരുന്നു. എൻ്റെ മോൻ കൊലപാതകയാവാൻ പാടില്ല, അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഘാതകനായി അമ്മ കോടതിക്ക് ചൂണ്ടിക്കൊടുത്ത വ്യക്തി ആർ.സി. മേനോനാണെങ്കിൽ സോനുവിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ഒപ്പം പലതും അവൻ്റെ ഓർമ്മയിലെത്തി.
ആർ.സി. മേനോൻ്റെ മകളാണെന്ന് അറിഞ്ഞ നിമിഷം മുതലാണ് അമ്മ നിമിഷയെ വെറുക്കാൻ തുടങ്ങിയത്. തങ്ങളുടെ വിവാഹത്തിന് എതിര് നിന്നത്. നിമിഷയുടെ ഡാഡിയെ എയർപോർട്ടിൽ റിസീവ് ചെയ്തുകൊണ്ട് പോരുന്ന വഴിക്ക് കാറിൻ്റെ റിയർ വ്യൂ മിററിൽ കണ്ട ദൃശ്യം. അമ്മ ആർ.സി. മേനോന് എന്തോ കനത്ത താക്കീത് നൽകുകയായിരുന്നു. വിളർച്ച കണ്ടത് ആർ.സി. മേനോൻ്റെ മുഖത്തായിരുന്നില്ലേ? എങ്കിൽ ആരാണ് കുറ്റവാളി? തുടർന്ന് തങ്ങളുടെ ബംഗ്ലാവിൻ്റെ ഹാളിൽ വെച്ച് അമ്മ ആർ.സി. മേനോനോട് ഗെറ്റ് ഔട്ട് പറഞ്ഞത്. അപ്പോഴും അപരാധിയുടെ ഭാവം ആർ.സി. മേനോൻ്റെ മുഖത്തായിരുന്നില്ലേ? അതൊന്നും തന്നെ ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ട്? നിമിഷയോടുള്ള അതിര് കടന്ന സ്നേഹമാണോ തന്നെ അന്ധനാക്കിയത്? താൻ തെറ്റ് ചെയ്തത് തൻ്റെ അമ്മയോടാണോ? അങ്ങനെയെങ്കിൽ താൻ ചേർന്ന് നിന്നത് തൻ്റെ അച്ഛൻ്റെ കൊലപാതകിയോടോ? സോനുവിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഏതാണ് ശരി, ഏതാണ് തെറ്റ് വ്യക്തമാവുന്നില്ല. ഏതായാലും ആർ.സി. മേനോനേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടത് തൻ്റെ അമ്മ തന്നെയാണ്. അവർ തെറ്റുകാരിയാണെന്ന് ഉറപ്പാകും വരെയെങ്കിലും. അവർ തെറ്റുകാരിയാണെന്നതിന് ഏതോ ഗൂഢബന്ധം പുലർത്തുന്ന രണ്ട് വ്യക്തികളുടെ അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ മാത്രമാണ് തെളിവ്. ആർ.സി. മേനോൻ്റെയും അമ്മയുടെ ചിറ്റമ്മയുടെയും വാക്കുകൾ. അമ്മയേക്കാൾ തനിക്ക് വിശ്വസ്തരല്ലല്ലോ അവർ. സോനു മെല്ലെ തിരിഞ്ഞു. നിമിഷ ഇപ്പോൾ മലർന്നാണ് കിടക്കുന്നത്. ആ കണ്ണുകൾ പാതി തുറന്നാണ് ഇരിക്കുന്നത്. ഇവൾ തൻ്റെ ഭാര്യയോ അതോ തൻ്റെ അച്ഛൻ്റെ കാതകൻ്റെ മകളോ? താൻ പകപോക്കാൻ കാത്തിരുന്നത് ഇവളുടെ ഡാഡിയോടായിരുന്നോ? ഡാഡിയോട് പകപോക്കുന്നതും മകളോട് പകപോക്കുന്നതും ഒന്നു തന്നെയാണ്. സോനു നിമിഷയുടെ അരികിലെത്തി. പെട്ടെന്നാണ് ഡോർബെൽ കരഞ്ഞത്. സോനു ഞെട്ടിത്തിരിഞ്ഞു ഒരു നിമിഷം കാത്തു നിന്നു. വീണ്ടും ബെൽ. അതോടെ നിമിഷയെ ഉണർന്നു. കണ്ണു തിരുമ്മി അവൾ എഴുന്നേറ്റിരുന്നു. പിന്നെ ഉറക്കച്ചടവോടെ സോനുവിനെ നോക്കി. ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആ. മെല്ലെ മൂളിയതല്ലാതെ സോനു നിന്നിടത്തൊന്നും അനങ്ങിയില്ല. സോനു ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തെടുക്കുകയായിരുന്നു? നിമിഷ ചോദിച്ചു. സോനു അതിന് മറുപടി പറയും മുമ്പേ വീണ്ടും ഡോർബെൽ. ആരാണ് ഈ പാതിരാത്രിക്ക്? നിമിഷ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൾ വാതിൽക്കിലേക്ക് നടന്നതും സോനു തടഞ്ഞു. വേണ്ട, ഞാൻ വാതിൽ തുറക്കാം. സോനുവാണ് വാതിൽ തുറന്നത്. വാതിലിക്ക് പ്രത്യക്ഷപ്പെട്ടത് ചന്ദ്രശേഖർ എന്ന ആർ.സി. മേനോനായിരുന്നു. വിയർപ്പിൽ ആ മുഖം കുതിർന്നിരുന്നു. ഡാഡി. നിമിഷയുടെ കണ്ണുകൾ വിടർന്നു. ഈ സമയത്ത്? അതിന് മറുപടി പറയാതെ ചന്ദ്രശേഖർ അകത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. അകത്ത് കടന്നതും വാതിലടഞ്ഞു. സോനുവിൻ്റെയും നിമിഷയുടെയും മുഖത്ത് ഒരുപോലെ അത്ഭുതമായിരുന്നു. അങ്കിൾ ഈ സമയത്ത്? സോനു ചോദിച്ചു. പറയാം. ചന്ദ്രശേഖർ ഒന്ന് നിശ്വസിച്ചു. എനിക്ക് ഉടനെ സ്റ്റേഴ്സിലേക്ക് മടങ്ങണം. ഇത്ര പെട്ടെന്ന്? നിമിഷയാണ് ചോദിച്ചത്. ഉടനെ ചെല്ലേണ്ട ആവശ്യമുണ്ടായിരിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. വല്ല ബിസിനസ് പ്രോബ്ലവുമാണോ ഡാഡി? ആ. ചന്ദ്രശേഖർ വീണ്ടും നിശ്വസിച്ചു. പിന്നെ സോനുവിനെ നോക്കി. ഏതായാലും ഞാൻ വന്ന ആവശ്യം പൂർത്തിയായല്ലോ. നിങ്ങളുടെ വിവാഹം നടന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് ഒരു ബിസിനസ് പ്രോബ്ലം? സോനുവിൻ്റെ കണ്ണിൽ സംശയം. ചന്ദ്രശേഖരുടെ ചുണ്ടിൽ പൊടുന്നതിനെ ഒരു ചിരി വിടർന്നു. ബിസിനസ് പ്രോബ്ലം അല്ല, ലൈഫ് പ്രോബ്ലം. എൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. എങ്ങനെ? സോനുവും നിമിഷയും ഒരുമിച്ചാണ് ചോദിച്ചത്. മാളവിക ദത്തൻ, അതായത് സോനുവിൻ്റെ അമ്മ, അവരുടെ സ്വത്തുക്കൾ സർക്കാരിന് എഴുതി വെച്ചു. സോനുവിന് വേണ്ടി അതൊന്ന് തിരുത്താനാവുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. മാളവികയുടെ അടുത്ത് തന്നെ. അതിൻ്റെ പേരിൽ മാളവിക എനിക്ക് നൽകിയ താക്കീതാണ് 48 മണിക്കൂർ. പിന്നീട് ഒരു സെക്കൻഡ് കൂടി എനിക്ക് ലഭിക്കില്ല. ഞാൻ വധിക്കപ്പെടും. എൻ്റെ അമ്മയോ ഈ താക്കീത് തന്നത്? സോനുവിന് അത് വിശ്വസിക്കാൻ പ്രയാസം. മാളവികയ്ക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനൊരു താക്കീത് എൻ്റെ മുന്നിൽ വയ്ക്കാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനത് പൊറുക്കുമായിരുന്നില്ല. ഏതായാലും തെറ്റ് അങ്കിളിൻ്റെ പക്ഷത്താണ്. എൻ്റെ അമ്മയുടെ സ്വത്ത് അവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്തു. എനിക്ക് ആ സ്വത്ത് ആവശ്യവുമില്ല. ആ സ്ഥിതിക്ക് ഒരു തിരുത്തലിന് ചെന്ന അങ്കിൾ ഒരു താക്കീത് ലഭിക്കാൻ അർഹം തന്നെ. ചന്ദ്രശേഖറിൽ ഒരു നടുക്കമുണ്ടായി. നിമിഷ പരിഭ്രമത്തിൽ സോനുവിനെ നോക്കി. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അങ്കിൾ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശവും നിറവേറി. ആ സ്ഥിതിക്ക് അല്പം ധൈര്യമുണ്ടെങ്കിൽ അങ്കിൾ എൻ്റെ ഒപ്പം വരൂ. നമുക്ക് അമ്മയൊന്ന് കാണാം. എൻ്റെ ശവശരീരത്തിലൂടെയേ അമ്മ അങ്കിളുടെ അടുത്തേക്ക് എത്തൂ. പേടിക്കണ്ട. ഞാൻ വരുന്നതിൻ്റെ ആവശ്യം? അമ്മയെക്കുറിച്ച് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ സത്യസ്ഥിതി അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് എനിക്ക് ബോധ്യമാവണം. അമ്മയാണ് എൻ്റെ അച്ഛൻ്റെ കാതകയെങ്കിൽ അങ്കിളിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ആ കഴുത്ത് ഞെരിക്കും. എൻ്റെ അമ്മയെ ഞാൻ കൊല്ലും. വേണ്ട, ഇനി അതിൻ്റെ ആവശ്യമില്ല. നേരം പുലരും മുമ്പ് ഞാൻ ഇവിടെ നിന്നും പറക്കും. ഇല്ല. സോനുവിൻ്റെ മുഖം മാറി. ആർ.സി. മേനോൻ എന്ന ചന്ദ്രശേഖർ എങ്ങോട്ടും പറക്കില്ല. എൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 48 മണിക്കൂറല്ല, ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. എൻ്റെ അച്ഛൻ്റെ കാതകന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. സോനു. നിമിഷ നിലവിളിച്ചു. പെട്ടെന്നാണ് ചന്ദ്രശേഖരുടെ കയ്യിൽ തൻ്റെ വിദേശ പിസ്റ്റൾ പ്രത്യക്ഷമായത്. ചന്ദ്രശേഖർ പൊട്ടിച്ചിരിച്ചു. അമ്മയ്ക്ക് എടുത്തത് മകന്. സാരമില്ല. അല്ലെങ്കിലും ചില്ലിക്കാശിന് വകയില്ലാത്ത നിന്നെ എൻ്റെ മകൾക്ക് ഇനി ആവശ്യമില്ല. മാളവികയെ തോൽപ്പിക്കാൻ ഇത്രയെങ്കിലും ഞാൻ ചെയ്തേ മതിയാവൂ. ഡാഡി. നിമിഷ അലറി. അപ്പോഴേക്കും ചന്ദ്രശേഖരുടെ പിസ്റ്റളിൽ നിന്നും നിറയൊഴിഞ്ഞിരുന്നു. ഡാഡി. നെഞ്ചിൽ കൈയമർത്തിക്കൊണ്ട് നിമിഷ കുഴഞ്ഞു നിലത്ത് വീണു. ചന്ദ്രശേഖരുടെ ഉള്ളിൽ നിന്നും തീ പറന്നു. ചന്ദ്രശേഖരന് ഉന്നം തെറ്റില്ലെന്ന് മാളവികയുടെ മുന്നിൽ വീമ്പിളക്കിയിട്ട് മണിക്കൂർ തികഞ്ഞില്ല. തനിക്കും സോനുവിനുമിടയിൽ നിമിഷ ചാടി വീഴുമെന്ന് വിചാരിച്ചതേയില്ല. സോനു. നിലത്ത് കിടന്ന് പിടയുന്നതിനിടയിൽ നിമിഷ കൈനീട്ടി. നിമി.
സോനു കരഞ്ഞുകൊണ്ട് അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. നിമിഷ അവൻ്റെ കയ്യിൽ തെറിപ്പിടിച്ചു. നന്നായി സോനു, സംഭവിക്കേണ്ടത് തന്നെയേ സംഭവിച്ചത്. എൻ്റെ ഡാഡിക്ക് ഇത്രയെങ്കിലും ഒരു ശിക്ഷ ലഭിക്കാതെ തരമില്ല. എനിക്ക് എൻ്റെ സോനുവിനോടുള്ള സ്നേഹം അനശ്വരമാക്കാനും കഴിഞ്ഞല്ലോ. ഐ ആം ഹാപ്പി. അവൾ കിതച്ചു. ഈയിടെയാണ് എനിക്ക് എൻ്റെ ഡാഡിയുടെ തനിനിറം മനസ്സിലായത്. നരകത്തിൽ മാത്രമല്ല ഭൂമിയിലെ പിശാചുകൾ ഉണ്ടാകാറുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. എന്നിൽ പരിവർത്തനം ഉണ്ടായത് അപ്പോൾ മുതലാണ്. ദുഷ്ടനായ ഈ മനുഷ്യൻ്റെ മകളുമായുള്ള ജീവിതം ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിമിഷയുടെ പല്ലുകൾ വേദനയിൽ ഞെരിഞ്ഞു. വയ്യ സോനു, തൊണ്ട വരളുന്നു, നമുക്ക് പിരിയാം. സോനുവിനും അമ്മയ്ക്കും നല്ലത് വരട്ടെ. പെട്ടെന്ന് നിമിഷയുടെ ശരീരം വല്ലാതെ ഒന്ന് വലിഞ്ഞു പിടഞ്ഞു. ഒരു നിമിഷം അവൾ നിശ്ചലയായി. നിമി. സോനു വിങ്ങിപ്പൊട്ടി. നിമിഷയുടെ മുഖം ഒരു വശത്തേക്ക് കുഴഞ്ഞു വീണു. നിമിഷയെ നിലത്ത് കിടത്തിയ ശേഷം സോനു ചാടി എഴുന്നേറ്റു. ഡോഗ്. അലറിക്കൊണ്ട് അവൻ ചന്ദ്രശേഖരുടെ നേർക്ക് പാഞ്ഞു. അടുക്കരുത്. ചന്ദ്രശേഖർ സോനുവിൻ്റെ നേർക്ക് പിസ്റ്റൾ ചൂണ്ടി. കൊല ചെയ്യാൻ ഒരു ചളിപ്പുമില്ലാത്തവനാണ് ഞാൻ. അതെനിക്കറിയാം. സോനു പല്ല് ഞെരിച്ചു. എൻ്റെ അച്ഛൻ്റെ കൊലപാതകയല്ലേ നീ? ഒന്നില്ലെങ്കിൽ നീ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. നിന്റെ ശവശരീരവുമായി വേണം എനിക്കിനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തള്ളി തുറക്കപ്പെട്ടത്. വാതിൽക്കൽ 4-5 ഹോട്ടൽ ജോലിക്കാർ. ശബ്ദം കേട്ട് എത്തിയതാവാം. പെട്ടെന്ന് ചന്ദ്രശേഖർ പിസ്റ്റൾ സ്യൂട്ടിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു. പിന്നെ തിരിഞ്ഞ് ഹോട്ടൽ ജോലിക്കാരെ നോക്കി. എന്തേ, ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? പറഞ്ഞതും ചന്ദ്രശേഖർ പുറത്തേക്ക് ചാടി. അയാളെ വിടരുത്, ഒരു കൊല ചെയ്തിട്ടാണ് പോകുന്നത്, സോനു ആക്രോശിച്ചു. അപ്പോഴേക്കും ചന്ദ്രശേഖർ ഓടി ലിഫ്റ്റിനുള്ളിൽ കടന്നിരുന്നു. ലിഫ്റ്റ് നേരെ താഴേക്ക് പാഞ്ഞു. ഹോട്ടൽ ജോലിക്കാർ അപകട മണി മുഴക്കിയപ്പോഴേക്കും ചന്ദ്രശേഖർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങിയിരുന്നു. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ വിശ്രമിച്ചിരുന്ന ഒരു കാറിന് പൊടുന്നനെ ജീവൻ വെച്ചു. അത് പുറത്തേക്ക് പാഞ്ഞു. ഹോട്ടലിൽ താമസിച്ചിരുന്ന ആരുടെയോ വാഹനം കള്ളത്താക്കോലിട്ട് തുറന്നാണ് ചന്ദ്രശേഖർ രക്ഷപ്പെട്ടത്. ഏത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുതൽ അയാൾ എടുത്തിരുന്നു. ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യമായ പണവും. എത്രയും വേഗം തൻ്റെ രക്ഷാസ്ഥാനത്ത് എത്തുക. അതായിരുന്നു ചന്ദ്രശേഖരുടെ ഉദ്ദേശം. ഒരു ദിവസം പോലെ ഇവിടെ നിൽക്കാനാവില്ല. മാളവിക മാത്രമല്ല, പോലീസും പിന്നാലെ ഉണ്ടാവും. ചാരുവിനെ കൊന്നിട്ട് രക്ഷപ്പെട്ട രീതി ഇക്കുറി നടപ്പാക്കില്ല. അന്ന് മാളവിക ഒന്നുമായിരുന്നില്ല. ഇന്ന് അവൾ എല്ലാമാണ്. ഇന്ന് താനാണ് ഒന്നുമല്ലാത്തവൻ. ചന്ദ്രശേഖർ 4 വ്യത്യസ്ത പേരുകളിൽ 4 വ്യത്യസ്ത വേഷങ്ങളിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടി ശ്രമിച്ചു. 4 പേരിലുള്ള പാസ്പോർട്ടുകളും ചന്ദ്രശേഖരുടെ കൈവശമുണ്ടായിരുന്നു. സ്റ്റേറ്റ്സിൽ വെച്ച് പ്രച്ഛന്ന വേഷമിട്ട് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് മാഫിയ കള്ളക്കടത്ത് നടത്തിയ പരിചയവുമുണ്ട്. പക്ഷേ 4ാമത്തെ തവണ ടിക്കറ്റ് കൗണ്ടറിലെത്തിയപ്പോൾ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖരോട് ചോദിച്ചു, ഈ ടെക്നിക്ക് ഒന്ന് പഠിപ്പിച്ചു തരുമോ മിസ്റ്റർ ചന്ദ്രശേഖർ? നിങ്ങളുടെ മേക്കപ്പും ശബ്ദ നിയന്ത്രണവും അത്രമാത്രം ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ സിനിമക്കാർ നിങ്ങളെ കണ്ടുപഠിക്കേണ്ടതാണ്. ചന്ദ്രശേഖർ ശരിക്കും തുടങ്ങി. ഈ 2 ദിവസത്തിനകം ഇന്ത്യ വിടാൻ നിനക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ലഭിക്കില്ല എന്ന മാളവികയുടെ വാചകം അയാൾക്ക് ഓർമ്മ വന്നു. മാളവിക, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞ ഏക വ്യക്തി നീയാണ്. ചെറുപ്പക്കാരനായ ആ ഉദ്യോഗസ്ഥൻ പോലീസിൽ അറിവ് കൊടുക്കുമോ എന്നായിരുന്നു ചന്ദ്രശേഖരുടെ ഭയം. എയർപോർട്ടിൽ നിന്നും പുറത്ത് കടക്കും വരെ ആ ഭയം ഉണ്ടായിരുന്നു. വല്ല കള്ള ലോഞ്ചിനും കയറി ഗൾഫ് നാടുകളിലേക്ക് കടന്നാലോ എന്നായി അടുത്ത ആലോചന. അബ്ദുൽ ഖാദർ എന്നൊരു സ്മഗ്ലറുടെ സഹായത്താൽ ഒരു ലോഞ്ചിൽ കയറി പറ്റുകയും ചെയ്തു. എന്നാൽ ലോഞ്ച് കരവിട്ട് അധികം കഴിയും മുമ്പേ പോർട്ട് ജീവനക്കാരുടെ ഒരു ബോട്ട് അയാളെ പിടിച്ചു വീണ്ടും കരയിൽ കൊണ്ടുവന്നു വിട്ടു. അവർ തന്നെ പോലീസിൽ ഏൽപ്പിക്കാഞ്ഞതിൽ ചന്ദ്രശേഖറിന് അത്ഭുതം. ഇവരും മാളവികയുടെ ആളുകളാണോ? അവളുടെ കൈക്കൊണ്ട് തന്നെ തനിക്ക് ശിക്ഷ നൽകിക്കുവാൻ മാളവികയുടെ ശക്തി ചന്ദ്രശേഖർ അറിയുകയായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം ചന്ദ്രശേഖർ തമിഴ്നാട്ടിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ റിസപ്ഷനിലെത്തി. കിഷൻ സിംഗ് എന്ന പഞ്ചാബിയുടെ വേഷത്തിൽ. തികച്ചും സ്വാഭാവികമായാണ് താടിയും തലയിൽ കെട്ടുമെല്ലാം ഫിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ടും റിസപ്ഷനിലെ സുന്ദരി ചോദിച്ചു, കിഷൻ സിംഗ് എന്നല്ലല്ലോ, ചന്ദ്രശേഖർ എന്നല്ലേ അങ്ങയുടെ പേര്? ചന്ദ്രശേഖർ ഞെട്ടിവിറച്ചു, വിയർത്തു കുളിച്ചു. എങ്കിലും 2 നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ തർക്കത്തിൽ മുഖം വെട്ടിത്തിരിച്ചു. നോ, ഐ ആം കിഷൻ സിംഗ്. എന്തിനാ സാർ ഇങ്ങനെ നുണ പറയുന്നത്? ദത്തയുടെ GM സോനിദത്തിൻ്റെ ഫാദറിനിലായില്ലേ അങ്ങ്? സോനിദത്തിൻ്റെ കല്യാണത്തിൽ ഞാനും സന്നിഹിതയായിരുന്നു. സാറിനറിയുമോ, മാളവിക ദത്തൻ ഫൈനാൻസ് ചെയ്യുന്നൊരു സ്ഥാപനമാണിത്. അങ്ങയ്ക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരണമെന്ന് മുകളിൽ നിന്നും നിർദ്ദേശമുണ്ട്. നോ, നിങ്ങളെന്നെ പരിഹസിക്കുകയാണ്. ചന്ദ്രശേഖർ ധൃതിയിൽ തിരിഞ്ഞു നടന്നു. മാളവിക ഇന്ത്യ മുഴുവനായി വലവിരിച്ചിരിക്കുന്നു. ചന്ദ്രശേഖരന് തീർച്ചയായി. അവളുടെ കരുത്ത് മനസ്സിലാക്കാൻ താൻ വൈകി. ഇത്രയും അറിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഒരു സാഹസത്തിനു കൂടി മുതിരുകയില്ലായിരുന്നു. അതിമോഹങ്ങളാണ് തന്നെ ഇതുവരെ എത്തിച്ചത്. നീ രക്ഷയില്ല. എങ്ങനെയും നേരിടുക, അന്ത്യനിമിഷം വരെ പോരാടുക. ഒരു തലനാരിഴയുടെ സൗകര്യത്തിൽ സൂചിക്കുഴയുടെ പഴുതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ പരിശ്രമിക്കാതിരിക്കുന്നത് മൗഢ്യമാണ്. മാളവികയുടെ ആളുകൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ചന്ദ്രശേഖരന് ഉറപ്പായി.
എവിടെയോ അദൃശ്യമായിരുന്ന മാളവിക തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. താൻ ഇപ്പോഴും മാളവികയുടെ ദൃഷ്ടിപഥത്തിലാവാം. വളരെ ശ്രദ്ധിച്ചാണ് ചന്ദ്രശേഖർ ഓരോ ഇഞ്ചും നീങ്ങിയത്. ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ചന്ദ്രശേഖർ ഒരു ടാക്സി പിടിച്ചു. യാത്രയിൽ ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് നാലു ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇല്ല, ഒന്നും കാണാനില്ല. ആളുകളോ വാഹനങ്ങളോ ഒന്നും. അല്പം ചെന്ന ശേഷം വളരെ ശ്രദ്ധയോടെ ചന്ദ്രശേഖർ കാർ മാറി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലായി യാത്ര. ഒടുവിൽ ഒരു കുതിരവണ്ടിയിലും. കുതിരവണ്ടിയിൽ വെച്ച് ചന്ദ്രശേഖർ വീണ്ടും വേഷം മാറ്റി ലോഹം ധരിച്ച് അച്ഛനായി. ഫാദർ തോമസായി തിരുവനന്തപുരം മെയിലിൻ്റെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കടന്നു കയറി. വണ്ടി വിട്ടതും ടിക്കറ്റ് എക്സാമിനർ എത്തി. അല്ല, ഇതെന്തെങ്ങനെ ലോഹയൊക്കെ ഇട്ട്? നമ്മുടെ ചന്ദ്രശേഖർ സാറല്ലേ ഇത്? ടിക്കറ്റ് എക്സാമിനർ ചോദിച്ചു. ചന്ദ്രശേഖർ ജീവച്ഛവമായി നിശ്ചലമിരുന്നു. ഉടൻ ടിക്കറ്റ് എക്സാമിനർ മാപ്പ് പറഞ്ഞു. സോറി സാർ, എനിക്ക് ആള് തെറ്റിയതാണ്. ഞാൻ വിചാരിച്ചത് കൊലപാതകി ചന്ദ്രശേഖർ വേഷം മാറി ഇരിക്കുകയാണെന്നായിരുന്നു. ടിക്കറ്റ് എക്സാമിനർ തിരിഞ്ഞു നടന്നു. ഇതും മാളവികയുടെ കളിയാണെന്ന് ചന്ദ്രശേഖരന് തീർച്ചയായി. പരാശക്തിയെ പോലെയാവാം അവൾ, വിശന്നിറഞ്ഞിരിക്കുകയാവാം മാളവിക. എന്നാലും നിനക്ക് ഞാൻ കീഴടങ്ങില്ല. ഈ നിമിഷങ്ങളിലും ചന്ദ്രു പരാജിതനല്ല. ചന്ദ്രശേഖർ ടോയ്ലറ്റിൽ കടന്ന് വീണ്ടും വേഷം മാറ്റി. ഖദർ ചുബയും ധോത്തിയും ധരിച്ച് അതേ വണ്ടിയുടെ ജനറൽ ബോഗിയിൽ ചെന്ന് കയറി. യാത്രക്കാർക്ക് നടുവിൽ അയാൾ തിങ്ങിയിരുന്നു. സുരക്ഷിതനായി. മാളവിക തനിക്ക് അനുവദിച്ച 2 ദിവസം അവസാനിക്കാൻ പോവുകയാണ്. ഉറങ്ങിയിട്ട് രാത്രികളായി. ചന്ദ്രശേഖർ ആളുകൾക്കിടയിൽ തിങ്ങിയിരുന്ന് മയങ്ങി. അയാളെ ആരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ 1-ാം ക്ലാസ്സിൽ വെച്ച് കണ്ട ടിക്കറ്റ് എക്സാമിനർ തന്നെ തിരഞ്ഞേക്കുമെന്ന് ചന്ദ്രശേഖറിന് അറിയാമായിരുന്നു. ഓരോ സ്റ്റേഷനിലും അയാൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഏതോ 2 സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ക്വേഷനിൽ വണ്ടി നിന്നപ്പോൾ ചന്ദ്രശേഖർ ചാടിയിറങ്ങി. അല്പം നടന്നപ്പോൾ നാട്ടുവഴിയിലെത്തി. അവിടെ നിന്ന് ഒരു ജീപ്പ് കിട്ടി. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ സുരക്ഷിതാവസ്ഥ ചന്ദ്രശേഖർ ഓർത്തു. 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളിലും നക്ഷത്ര ഹോട്ടലുകളുമായിരിക്കും മാളവികയുടെ ആളുകൾ തന്നെ തിരയുക. ചന്ദ്രശേഖർ തിരക്ക് കുറഞ്ഞ ആ നഗരത്തിലെ ഒരു വാടക കുറഞ്ഞ പഴയ ലോഡ്ജിലാണ് മുറിയെടുത്തത്. സമയം പാതിരാത്രിയായിരുന്നു. മുകളിലെ നിലയിലായിരുന്നു മുറി. അകത്തുനിന്നും ലോഡ്ജിൻ്റെ പ്രധാന വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും അകത്ത് കിടക്കാൻ കഴിയില്ല. 4-5 മിനിറ്റോളം പുറത്തുനിന്ന് കോളിംഗ് ബെൽ മുഴക്കിയാലേ ലോഡ്ജിലെ ജോലിക്കാർ വാതിൽ തുറക്കൂ. ആരെങ്കിലും തന്നെ തേടി വരുന്നുണ്ടോ എന്ന് മുൻകൂർ അറിയാൻ അതൊരു സൗകര്യമാണ്. ചന്ദ്രശേഖരൻ സമാധാനമായി കിടന്നു. എന്നാൽ ഒന്ന് മയങ്ങിയതേയുള്ളൂ. ആരോ വാതിലിൽ മുട്ടി. ആരാത്? വാതിൽ തുറക്കാതെ ചന്ദ്രശേഖർ തിരക്കി. ഇവിടുത്തെ ബോയിയാണ് മറുപടി. ചന്ദ്രശേഖർ എഴുന്നേറ്റ് വാതിൽ തുറന്നു. എന്തേ? പെട്ടെന്ന് വാതിൽക്കൽ നിന്നിരുന്ന ജേഴ്സിയും ഷോർട്ട്സും ധരിച്ച ചെറുപ്പക്കാരൻ ചാടി അകത്ത് കയറി വാതിലടച്ചു. ചന്ദ്രശേഖരുടെ വായ് മൂടിപ്പിടിച്ചു. അനങ്ങാതെ നിന്നോളൂ, ഞാൻ ഉടുമ്പ് ശങ്കറാണ്, അയാൾ മന്ത്രിച്ചു. ഷോർട്ട്സിൻ്റെ പോക്കറ്റിൽ നിന്നും കുറേ പഴം തുണികളെടുത്ത് ചന്ദ്രശേഖരുടെ വായിൽ തിരുകി. ഒരു ടേപ്പ് കൊണ്ട് അയാളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഒട്ടിച്ചു. ചന്ദ്രശേഖരെ കോരിയെടുത്ത് ചുമലിലിട്ടുകൊണ്ട് ശങ്കർ ഒരു കയറിലൂടെ ലോഡ്ജിൻ്റെ മുറ്റത്തേക്ക് ഓർന്നിറങ്ങി. ചന്ദ്രശേഖർ എത്ര പിടഞ്ഞിട്ടും ശങ്കറുടെ പിടിപിടിക്കാൻ കഴിഞ്ഞില്ല. ലോഡ്ജിന് പുറത്തുള്ള ഇടുങ്ങിയ പാതയിൽ ഒരു ജീപ്പ് കിടന്നിരുന്നു. തന്നെ ലോഡ്ജിലെത്തിച്ച ജീപ്പായിരുന്നു അതെന്ന് ചന്ദ്രശേഖർ ഞെട്ടലോടെ അറിഞ്ഞു. ജീപ്പിൽ പിശാചിൻ്റെ മുഖമുള്ള മറ്റൊരുവനുണ്ടായിരുന്നു, കൂടാതെ ഡ്രൈവറും. ശങ്കർ ചന്ദ്രശേഖരനെ ആ പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവനാണ് കപാലി, ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധനായ വാടക കൊലയാളി. ശങ്കർ പിശാചിനെ ചന്ദ്രശേഖരന് പരിചയപ്പെടുത്തി. ഇവൻ സാറിനെ എത്തേണ്ടിടത്ത് എത്തിച്ചോളും. അതോടെ ജീപ്പ് നീങ്ങി. കപാലിയുടെ ഇരുമ്പ് ഹസ്തങ്ങൾ ഉടുമ്പിൻ്റെതിനേക്കാൾ ശക്തമായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചന്ദ്രശേഖരന് ഊഹിക്കാനേ കഴിഞ്ഞില്ല. പുലർച്ചയോടെ ജീപ്പ് ചന്ദ്രശേഖരുടെയും മാളവികയുടെയും 23 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ചാരിത്രത്തിൻ്റെയും നഗരത്തിലെത്തി. ഒരു മാരുതി കാറിന് അരികിൽ ജീപ്പ് നിന്നു. കപാലി ചന്ദ്രശേഖരെ എടുത്ത് കാറിൽ കയറ്റി. വീണ്ടും അതിലായി യാത്ര. അല്പം കഴിഞ്ഞപ്പോൾ മുന്നിൽ ഒരു കൂറ്റൻ ലോറി പ്രത്യക്ഷമായി. ഹെവി വെഹിക്കിൾസ് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ഹനുമാൻ ബംഗാരപ്പയായിരുന്നു അത് ഡ്രൈവ് ചെയ്തിരുന്നത്. അരികിൽ പ്രമുഖ വനിതാ വ്യവസായിയായ മാളവിക ദത്തൻ, ഡ്രൈവിങ്ങിൽ ബംഗാരപ്പയുടെ അരുമ ശിഷ്യ. ചന്ദ്രശേഖർ അവളെ കണ്ടു. ബംഗാരപ്പ സ്റ്റിയറിംഗ് വീലിൽ മാളവികയെ ഏൽപ്പിച്ചു. പിന്നെ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും പുറത്തേക്ക് ചാടി. ഇടത് കൈയിൽ സ്റ്റിയറിംഗ് വീൽ നിയന്ത്രിച്ചുകൊണ്ട് മാളവിക മുന്നിലെ ഗ്ലാസിൽ ചുവന്ന മഷി കൊണ്ട് എഴുതി. ചന്ദ്രു, ഇതാ നമ്മുടെ സമയമായിരിക്കുന്നു. പൊടുന്നനെ കാർ നിന്നു. ചന്ദ്രുവിൻ്റെ ഇരു കൈകളും ചേർത്ത് വെച്ച് ബന്ധിച്ച ശേഷം ഡ്രൈവറും കപാലിയും കാറിനുള്ളിൽ വെളിയിൽ ചാടി. വാതിലുകൾ ലോക്ക് ചെയ്യുകയും ചെയ്തു. ചന്ദ്രശേഖർ ബന്ധിക്കപ്പെട്ട കൈകൾ ഉയർത്തി മാളവികയെ അഭിവാദ്യം ചെയ്തു. മാളവിക മെല്ലെ കണ്ണിറക്കി പുഞ്ചിരിച്ചു. ലോറിയുടെ വേഗം വർദ്ധിച്ചു. ലോറി കാറിന് മുകളിലൂടെ കയറി അപ്പുറത്ത് എത്തി. കാറിനെ ചതച്ചരിച്ചുകൊണ്ട് അപ്പുറം എത്തിയതും ലോറി നിന്നു. പിന്നെ പിന്നോട്ട് ഉരുണ്ടു. ചതഞ്ഞ് ടാർ നിരത്തിൽ അമർന്ന കാറിൻ്റെ ബോഡിയിൽ ലോറി വിശ്രമിച്ചു. ഒരു അജ്ഞാതൻ്റെ ഫോൺ കോളാണ് സോനുവിനെ അവിടെ എത്തിച്ചത്. വെയിൽ പരന്നു കഴിഞ്ഞിരുന്നു.
പോലീസ് വാനിനുള്ളിൽ ഇരുന്നിരുന്ന മാളവികയുടെ അരികിൽ അവൻ ഓടിയെത്തി. മാളവികയുടെ കൈകളിൽ വിലങ്ങ് വീണിരുന്നു. എന്നിട്ടും അവൾ മകനെ നോക്കി പുഞ്ചിരിച്ചു. മോനെ, അതാ ആ ലോറിക്കടയിൽ കിടക്കുന്ന ചതഞ്ഞ കാറിനുള്ളിൽ അവനുണ്ട്, നിന്റെ അച്ഛൻ്റെ ഘാതകൻ, നിന്റെ ഫാദർ ഇൻ ലോ, മിസ്റ്റർ R.C. മേനോൻ ഫ്രം ന്യൂയോർക്ക്. മാളവികയുടെ മുഖം താണു. അല്പം അകലെ ടാർ നിരത്തിൽ വിശ്രമിച്ചിരുന്ന ലോറിയുടെ നേർക്ക് സോനു തിരിഞ്ഞു. അതോടെ വാൻ മുന്നോട്ട് നീങ്ങി. ചലനമറ്റ് നിൽക്കുന്ന സോനുവിനെ കടന്ന് അത് ഓടിയകന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.